ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയതായിരുന്നു. പക്ഷേ രണ്ടാമത്തെ വ്ളോഗും കൂടെ ഇതിനകത്ത് തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്ളോഗ് ഫുള്ളായിട്ടും ഉണ്ട്. അപ്പോൾ ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലോട്ടൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ, എന്തിനായിരിക്കും ഞാൻ വീട്ടിലോട്ട് പോകുന്നതെന്ന്. അപ്പോൾ രാവിലത്തെ ഫുഡിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടുവാണ് കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു എളുപ്പപ്പണി കൂടെയാണ് കേട്ടോ. ഇതിൽ നന്നായിട്ട് പൊടിയായിട്ട് തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുൻപൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിട്ടായിരുന്നു കേട്ടോ ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരുന്നത്. അത് ഇളക്കി പോകും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് തിരികണം, അതിൻ്റെ സ്ക്രൂ തിരുക്കി വെക്കണം, അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 11:30 മണിയൊക്കെ ആയ സമയത്ത് ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വന്നോടൻ തന്നെ ജോൺ ഹോനായെ പോലെ ഒരു പെട്ടിയൊക്കെ കൊണ്ടാണ് വന്നത്. അതിൻ്റെ പേരും പറഞ്ഞ് കുറേ ഞാൻ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വീട്ടിലൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തോട്ടും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ പോകുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എത്തും. പക്ഷേ ചേട്ടനത് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. 8 മണിക്ക് പോയി 5 മണിക്ക് വരുന്നതാണ് ഇഷ്ടം. അതാകുമ്പോൾ കുറച്ച് നേരവും കൂടെ കിടന്നുറങ്ങാമല്ലോ എന്നൊരിതുണ്ട്. എന്തായാലും നമ്മൾ രാത്രി കിടക്കുമ്പോൾ നല്ലതായിട്ട് ലേറ്റാവും. അപ്പോൾ ഇതുപോലെ 6 മണിക്കും 5:30ക്കൊക്കെ എഴുന്നേറ്റിട്ട് പിന്നെയും ജോലിക്ക് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റേതാണെങ്കിൽ 7 മണി വരെയൊക്കെ ഒന്ന് കിടക്കായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ ഞാൻ ഒരുവിധം ഒന്ന് തീർത്ത് വെക്കുവാണ് കേട്ടോ. പിന്നീട് ഇത് വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരത്ത് വീട്ടിലോട്ടൊന്ന് വീഡിയോ കോൾ വിളിച്ചു. മിക്കു എന്തോ ഒരു കാര്യത്തിന് വാശി പിടിച്ച് അങ്ങ് ഇരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ കുറേ നേരം വീഡിയോ കോളൊക്കെ വിളിച്ചു. ഇന്നത്തെ വീഡിയോസ് അങ്ങ് വൈൻഡപ്പ് ചെയ്തു കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ്. എനിക്കെന്തോ രാത്രി ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ബുദ്ധിമുട്ടോ സങ്കടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നേരം വരെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ബൈബിൾ വായനയൊക്കെ കഴിഞ്ഞു. പിന്നീട് ആണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരാനായിട്ട്. ചില സമയങ്ങളിൽ ഞാൻ പെട്ടെന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ കുറച്ചധികം നേരം ഞാനൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒന്ന് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത്. അപ്പോൾ അതുപോലെ തന്നെ ചായ ഇടാനായിട്ടാണ് നിന്നത് ആദ്യം. പിന്നീട് കിഴങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ചായ 3 ഗ്ലാസ്സിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എബിയും 6 മണിക്ക് എഴുന്നേൽക്കും, ഞാനും 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. ചേട്ടൻ 6:30 മണിക്ക് പോയാൽ മതി. പെട്ടെന്ന് തന്നെ ചേട്ടന് കൊണ്ടുപോകാനുള്ള കാപ്പിയൊക്കെ പെട്ടെന്ന് തന്നെ രാവിലെ ആകും കേട്ടോ. അതുകൊണ്ടാണ് 6 മണിക്ക് തന്നെ എഴുന്നേൽക്കുന്നത്. മുമ്പ് സ്കൂളിൽ പോയ സമയത്ത് 5 മണിക്കും 5:30ക്കൊക്കെ എഴുന്നേറ്റിരുന്ന ഞാനാണ്. ഇപ്പോൾ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ തലേ ദിവസം വാങ്ങി വെച്ചത് ഉണ്ടായിരുന്നു. അതെടുത്ത് ഓരോ ബോക്സിനകത്തും ഓരോ കുപ്പികൾക്കകത്ത് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നു പോകും, അങ്ങനെയാണ് എടുക്കാതെ കേട്ടോ. ഫുള്ളായിട്ടും വീഡിയോ എടുത്തു നിന്നാൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മുഴുവനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാറുമില്ല കേട്ടോ. അപ്പോൾ എബിക്ക് വേണ്ടിയിട്ട് ചോറ് വയ്ക്കാൻ ഇന്ന് കുറച്ച് അരി അപ്പോഴാണ് ഇട്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇന്ന് ചോറാകുന്നത് വരെയും ഓണാക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓഫാക്കും കേട്ടോ. ഫുൾ കറണ്ടിലല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനതങ്ങ് ഓഫ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജോലിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും ചേട്ടൻ പോകുന്നത് വരെ ഉള്ളൂ കേട്ടോ ഈ ഒരു സംസാരം. ചേട്ടനും എബിയും പോകുന്നത് വരെ. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും തനിച്ച് ഒറ്റയ്ക്കാണ്. ഇന്ന് ബീനയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനുണ്ടായിരുന്നു, നെത്തോലി മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു മീനുണ്ടായിരുന്നു, അത് പൊരിക്കാനും വെച്ചു. അപ്പോൾ ഇന്ന് ഉപ്പുമാവും കടലക്കറിയായിരുന്നു. കടലയും കിഴങ്ങും വെച്ചിട്ടുള്ള കറിയായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഉപ്പുമാവ് വെക്കുന്ന സമയത്ത് പഞ്ചസാരയോ പപ്പടമോ പഴമോ ഒക്കെ കൂട്ടിയാണ് കഴിക്കാറുള്ളത് കേട്ടോ. പക്ഷേ ഇന്ന് എന്തായാലും കറി ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനുള്ള ഫുഡെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു സീരീസ് പോലെ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു പാക്കിംഗ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഷോർട്സ് ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എബിയെ കൊണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ബസ് വരുന്നുണ്ട് കേട്ടോ. 8:20 ആകുമ്പോഴാണ് ബസ് വരുന്നത്. ഞങ്ങളിവിടെ നിന്ന് 8:15 ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഞാൻ ഈ ഒരു വശത്താണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് പിന്നെ കുറച്ചൊരു കയറ്റമുണ്ട് മുകളിലോട്ട്. അതെനിക്ക് കുഴപ്പമില്ല. അത് ഞാൻ പതിയെ നടന്ന് കയറും. താഴോട്ട് ഇറങ്ങിയിട്ട് കയറാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാനും വന്ന് കുറേ നേരം വരെ ഒന്ന് റെസ്റ്റ് എടുത്ത് കിടന്നു. കാരണം രാവിലെ നിന്നതാണ്, ഇപ്പോഴാണ് ഒന്ന് വന്ന് കിടക്കുന്നത്. കാലിന് വ്യായാമമൊക്കെ കൊടുത്തു. ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ നാളത്തേക്ക് മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ച സമയത്താണ് പീനട്ട് നോക്കിയത് കേട്ടോ. പീനട്ട് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മളോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. നമ്മൾ നിൽക്കെ വിട്ട് തന്നെ നമ്മളോടത്ത് ഒരു അനുവാദം പോലും ചോദിക്കാതെ വന്ന് എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ചില സമയത്ത് അതെനിക്ക് വിഷമമാകാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സാധനം എടുക്കുമ്പോൾ എന്തായാലും നമ്മളോടത്ത് ചോദിക്കണമല്ലോ. ഞാൻ അങ്ങനെ ആരുടെയും വീട്ടിൽ പോയി ഒന്നും എടുക്കാറില്ല കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലും ചോദിക്കാറുണ്ട്. ചോദിക്കാതെ ഞാൻ ആരെടുത്തൊന്നും ഒന്നും അങ്ങനെ എടുക്കാനും പോകാറില്ല. പക്ഷേ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ അങ്ങ് എടുക്കാറുണ്ട്. പിന്നെ ഞാനങ്ങ് വലിയ കാര്യമാക്കാറില്ല. അത് വേറെ കാര്യം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അശ്വിനിയും കൂടെ ബീനയുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ പോയാണ് കഴിച്ചത് കേട്ടോ. അതും കഴിഞ്ഞപ്പോഴത്തേക്കും സ്നേഹയും അശ്വിനിയും കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സമൂസ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്ന സമയത്ത് 11:30 കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രീ ടൈമാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം വരെയൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു 1:30 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുഡ് മാറിയും തിരിഞ്ഞൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. ഞങ്ങളെ ഫുഡ് കഴിപ്പും എല്ലാം കഴിഞ്ഞു. ഇത് വൈകുന്നേരത്ത് ഞാനും ചേട്ടനും കൂടെ ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നാളെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നാണ് പോകാനിരുന്നത്, പക്ഷേ നാളെയാണ് പോകുന്നത്. നാളെ പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിലത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഇത് വെങ്ങാനൂർ വന്നിട്ട് നമ്മുടെ എബി പഠിക്കുന്ന സ്കൂളിലെ ബോയ്സ് എന്നാണ് ആദ്യം പറയാൻ വന്നത്. കാരണം അത് ബോയ്സ് സ്കൂളായിരുന്നു ആദ്യം. എബി പഠിക്കുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ബേക്കറിയാണ് കേട്ടോ. അവിടെ വന്നിട്ടാണ് ഞാൻ അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് രാത്രിത്തേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് പാലും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീനയുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന പാലിനെടുത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെച്ചതിന് ശേഷം ഞങ്ങൾക്കായിട്ടുള്ള ചായ ഇടാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ അങ്ങനെ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ചായ കുടിയോട് തന്നെ ഞാൻ എൻ്റെ ഫുഡ് കഴിപ്പ് നിർത്തി. നാളെ ഇനി കഴിക്കാമെന്ന് വിചാരിച്ചു. ഡയറ്റ് നിർത്തിയെങ്കിൽ പോലും എനിക്ക് ചില സമയത്ത് ആ ഒരു ഫുഡ് കൺട്രോളിൽ തന്നെ പോകാൻ എനിക്ക് ഇടയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ കഴിച്ചിട്ടും പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് അങ്ങനെ പോയത്. അപ്പോൾ ഇത് 2 ദിവസത്തെ ആയിരുന്നു. ഫസ്റ്റ് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇച്ചിരി എങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോരോ രീതികളായിരിക്കും. എന്നാലും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് കാണുന്നവർക്കറിയാം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് എപ്പോഴാണെന്നും എന്തൊക്കെയായിരിക്കും എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളെന്നൊക്കെ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവരും കാണും. എന്നാലും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അറിയിക്കുന്നതാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരും കുറേ പേരുണ്ട്. സ്കിപ്പ് ചെയ്ത് കാണുന്നവരും കുറേ പേരുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തും കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്നെ നേരിട്ട് കണ്ട് പറയുന്നവരൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നേരിട്ട് കാണാത്തവർ കുറേ പേരുണ്ടല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നവർ. അവരോടാണ് ഞാൻ പറഞ്ഞത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വെങ്ങാനൂർ ഞാൻ വാങ്ങിച്ചതാണ്. കട്ട്ലറ്റ് വാങ്ങിയതാണ് ഉച്ചത്തേക്ക് ഈ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനും എബിയും രാത്രി കഴിച്ചു കേട്ടോ. എനിക്ക് എന്തായാലും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് തന്നെ കഴിക്കണമല്ലോ. അപ്പോൾ ഈ രാത്രി കഴിച്ചാൽ അതൊരു ആസ്വാദനമായിട്ട് തോന്നത്തില്ല. കഴിച്ചു തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുന്ന രീതിയായിപ്പോൾ അതുകൊണ്ട് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതെൻ്റെ 2 പാൻറ്റാണ് കേട്ടോ. അത് കേടായിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഷോർട്ട്സൊക്കെ ഇടുന്ന സമയത്ത് നൈറ്റിയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഫ്രോക്ക് നൈറ്റി ഉണ്ടല്ലോ, അതൊക്കെ ഇടുന്ന സമയത്ത് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ രാത്രി തന്നെ ഇത് ചെറുതായിട്ടൊന്ന് വെട്ടിക്കുറച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ അങ്ങനെ ഇടാത്തതാണ്. അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളത്തെ വീഡിയോ നാളെ കാണാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നാളത്തെ വീഡിയോസും കാണുക. എൻ്റെ ഡെയിലി വ്ളോഗ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി വ്ളോഗ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ആൻഡ് ടേക്ക് കെയർ.